ഹലോ എവരിവൺ, ഇൻഫോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പഠിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നിട്ടും കോളേജിൽ പോയി റെഗുലറായി പഠിക്കാൻ പറ്റാത്ത ഒരാളാണോ നിങ്ങൾ? അല്ലെങ്കിൽ ജോലിയോടൊപ്പം ഡിഗ്രി അല്ലെങ്കിൽ PG പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്കായിട്ട് ഇപ്പോൾ ഒരു അവസരം വന്നിട്ടുണ്ട്. കേരളത്തിൻ്റെ സ്വന്തം ഓപ്പൺ യൂണിവേഴ്സിറ്റിയായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ 2026-27 അക്കാഡമിക് ഇയറിലേക്കുള്ള അഡ്മിഷൻസ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ്, UGC അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഈ യൂണിവേഴ്സിറ്റിനെ കുറിച്ചും ഇവിടെ ലഭ്യമായിട്ടുള്ള കോഴ്സുകൾ അഥവാ പ്രോഗ്രാംസിനെ കുറിച്ചും, ഫീ വിവരങ്ങൾ, അഡ്മിഷൻ എങ്ങനെ എടുക്കും, അഡ്മിഷന് വേണ്ട ഡോക്യുമെന്റ്സ്, പ്രായപരിധി, ഇങ്ങനെ അഡ്മിഷന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. സോ നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കേരള ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ്. UGC അംഗീകാരത്തോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അത് 100% വാലിഡ് ആണ്. ഇവിടെ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് കൊണ്ട് PSC അല്ലെങ്കിൽ UPSC ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാംസിനും അത് വാലിഡ് ആണ് കേട്ടോ. പിന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം, ഇത് കേരള ബേസ്ഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ കേരളത്തിലുള്ള എന്തെങ്കിലും PSC പോലുള്ള എക്സാംസിനൊക്കെയാണ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വേറെ ഇക്വലൻസി സർട്ടിഫിക്കറ്റിൻ്റെ ഒന്നും ആവശ്യം ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ അതൊരു ബെനിഫിറ്റാണ്, ഇവിടെ പഠിച്ചാലുള്ള ഒരു ബെനിഫിറ്റാണ് പറഞ്ഞത്. പിന്നെ പറയേണ്ട മറ്റൊരു കാര്യമാണ് ഏജ് ലിമിറ്റ്. നമുക്ക് സാധാരണ ഡിഗ്രി PG ഒക്കെ പഠിക്കണമെങ്കിൽ ഇത്ര പ്രായം വരെയുള്ളവർക്കാണ് പറ്റും എന്നുണ്ടല്ലേ. പക്ഷേ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെയില്ല. ഇഗ്നോ യൂണിവേഴ്സിറ്റിയൊക്കെ പോലെ തന്നെയാണ് ഇവിടെയും. ഏത് പ്രായത്തിലുള്ളവർക്കും ഇവിടെ ജോയിൻ ചെയ്ത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പ്രായപരിധി ഇല്ല. ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ പലർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിച്ചാൽ ഇവിടെ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് വാലിഡ് ആണോ എന്നുള്ളത്. UGC റീസെന്റ് ഒരു സർക്കുലർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അവർ തന്നെ പറയുന്നത് ഡിസ്റ്റൻസ് ഓൺലൈൻ മോഡിലൊക്കെ നമ്മൾ ഏതെങ്കിലും കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ റെഗുലർ മോഡ് പോലെ തന്നെ സെയിം ആയിട്ട് നമ്മളത് കൺസിഡർ ചെയ്യൂ എന്നുള്ളതാണ് കേട്ടോ. അതായത് നേരിട്ട് നിങ്ങൾ കോളേജിൽ പോയി പഠിച്ച് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റിന്റെ അതേ വാല്യൂ തന്നെയാണ് ഇനി തൊട്ട് ഡിസ്റ്റൻസ് ഓൺലൈൻ മോഡിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ലഭിക്കുന്നത്. സോ നിങ്ങളുടെ ആ ഒരു കൺസേൺ ഇപ്പോൾ മാറിയിട്ടുണ്ടാവുമല്ലോ. സോ ഇത് PSC വാലിഡ് ആണ്. ഏത് എക്സാംസ് അല്ലെങ്കിൽ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്കും ഈ SGOയുടെ അഥവാ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പ്രായപരിധിയൊന്നുമില്ല. ഇനി നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ആദ്യം തന്നെ ഇവിടെ ലഭ്യമായിട്ടുള്ള കോഴ്സസ് അഥവാ പ്രോഗ്രാംസിനെ കുറിച്ച് പറയാം. ഡിഗ്രി PG പ്രോഗ്രാംസ് ആണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഡിഗ്രിയിൽ 2 കാറ്റഗറി ഉണ്ട്. ഇപ്പോൾ 4 ഇയർ ഡിഗ്രി ഉണ്ട്, 3 ഇയർ ഡിഗ്രി ഉണ്ട് കേട്ടോ. അപ്പോൾ 4 ഇയർ ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ 4 വർഷവും നിങ്ങൾ പഠിച്ചിരിക്കണം എന്നൊരു നിർബന്ധമില്ല. 4 വർഷ ഡിഗ്രി പ്രോഗ്രാംസിനാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ 4ാമത്തെ വർഷവും കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് എടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ 4 ഇയർ ഡിഗ്രി ഒക്കെയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് PhDയിലേക്കൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. കാരണം ഈ 4th ഇയറിൽ കുറച്ചുകൂടെ ഈ സബ്ജക്റ്റ് അല്ലെങ്കിൽ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രോജക്റ്റ് ഒക്കെയാണ് 4th ഇയറിൽ പഠിക്കാനുള്ളത്. അപ്പോൾ 4 ഇയർ ഡിഗ്രി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. ഓക്കെ, പിന്നെ 3 ഇയർ ഡിഗ്രി ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം, 4 ഇയർ ഡിഗ്രി ആണ് ഇൻ കേസ് നിങ്ങൾ ഇവിടെ അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ 4ാമത്തെ വർഷത്തിലേക്ക് പോയാൽ മതി. 3 വർഷം കൊണ്ട് നിങ്ങൾക്ക് അത് നിർത്തണമെന്നുണ്ടെങ്കിൽ 3rd ഇയർ ആകുമ്പോൾ എക്സിറ്റ് ഓപ്ഷൻ നിങ്ങളുടെ പ്രൊഫൈലിൽ വരുന്നതാണ്. അത് കൊടുത്ത് 3 വർഷത്തെ ഡിഗ്രി ആക്കി സർട്ടിഫിക്കറ്റ് എടുക്കാവുന്നതാണ്. ഓക്കെ, അങ്ങനെ 4 ഇയർ ഡിഗ്രി ഉണ്ട് ഇവിടെ, 3 ഇയർ ഡിഗ്രി ഇവിടെ ഉണ്ട്, പിന്നെ PG പ്രോഗ്രാംസും ഉണ്ട്. ഇനി ഏതൊക്കെ കോഴ്സസ് ആണ് ഉള്ളതെന്ന് നോക്കാം. 4 വർഷ ഡിഗ്രി പ്രോഗ്രാംസിൽ BBA, BCom, BA ഇംഗ്ലീഷ്, BA മലയാളം, BA ഹിസ്റ്ററി, BA സോഷ്യോളജി, ഇത്രയും പ്രോഗ്രാംസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. 3 വർഷ ഡിഗ്രി പ്രോഗ്രാംസിൻ്റെ അണ്ടറിൽ BCA, BSc ഡാറ്റാ സയൻസ് ആൻഡ് അനലിറ്റിക്സ്, BA നാനോ എന്റർപ്രണർഷിപ്പ്, BA അറബിക്ക്, BA ഹിന്ദി, BA സംസ്കൃതം, BA അർസൽ ഉലമ, BA എക്കണോമിക്സ്, BA ഫിലോസഫി, BA പൊളിറ്റിക്കൽ സയൻസ്, ഇത്രയും പ്രോഗ്രാംസ് ആണ് 3 വർഷത്തെ ഡിഗ്രിയിലുള്ളത് കേട്ടോ. അപ്പോൾ ഡിഗ്രിയിൽ 3 ഇയർ ഡിഗ്രി എടുത്താലും 4 ഇയർ ഡിഗ്രി എടുത്താലും അത് വാലിഡ് ആണ്. ഒരുപോലെയുള്ള അവസരങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് കേട്ടോ. ഇനി ഏതൊക്കെ PG പ്രോഗ്രാംസ് ആണ് ഉള്ളതെന്ന് നോക്കാം. PG പ്രോഗ്രാംസിൽ ഏകദേശം 12ഓളം പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. MCom, MA ഇംഗ്ലീഷ്, MA മലയാളം, MA അറബിക്ക്, MA ഹിന്ദി, MA സാൻസ്ക്രിറ്റ്, MA ഹിസ്റ്ററി, MA സോഷ്യോളജി, MA എക്കണോമിക്സ്, MA ഫിലോസഫി, പൊളിറ്റിക്കൽ സയൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഇത്രയും പ്രോഗ്രാംസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓൾമോസ്റ്റ് എല്ലാ കോഴ്സസും അഥവാ പ്രോഗ്രാംസും SGOയിൽ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് കേട്ടോ. ഇതിന് പുറമെ ഉള്ളതാണ് MBAയും MCA. പക്ഷേ MBAയുടെയും MCAയുടെയും അഡ്മിഷൻ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും SGO വിളിക്കുന്നത് കേട്ടോ. അതൊരു ജൂലൈ 15 അല്ലെങ്കിൽ ഒരു ജൂലൈ പകുതിയോടുകൂടി തന്നെ MBA, MCA പ്രോഗ്രാംസിൻ്റെ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഫീ വിവരങ്ങൾ പറയാം കേട്ടോ. ഫീസ് വരുന്നത് നോർമൽ ഡിഗ്രി പ്രോഗ്രാംസിന് ഫസ്റ്റ് സെമ്മിൽ അറൗണ്ട് ഒരു 4500 രൂപയോളമാണ് വരുന്നത്. അതായത് ആദ്യം നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ ഏകദേശം ഒരു 4530ഓളം രൂപ BA പ്രോഗ്രാംസിന് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇനി സെമസ്റ്റർ 2 മുതൽ സെമസ്റ്റർ 6 വരെയുള്ള ഓരോ സെമ്മിനും 2860 രൂപയാണ് ഫീസ് വരുന്നത്. ഓക്കെ, ഇത് നോർമൽ ആയിട്ടുള്ള BA ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ് പോലുള്ള പ്രോഗ്രാംസിനാണ് ഈ ഒരു ഫീസ് വരുന്നത്. പക്ഷേ BBAക്കൊക്കെ ചെറിയ ഫീസ് കൂടുതലാണ് കേട്ടോ. അതായത് ആദ്യത്തെ സെമ്മിൽ 5330 രൂപ വരുന്നുണ്ട്. ബാക്കിയുള്ള സെമസ്റ്ററുകളിലാണെങ്കിൽ 3660. ഓക്കെ, ഇതാണ് ഡിഗ്രി പ്രോഗ്രാംസിന്റെ ഫീസ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് സെമ്മിലെ ഫീസ് അഡ്മിഷൻ ടൈമിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്ക് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇനി PG പ്രോഗ്രാംസിനാണെങ്കിൽ ഫീസ് വരുന്നത് ആദ്യത്തെ സെമ്മിൽ അഥവാ അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ 5270 രൂപയോളം അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇനി സെമസ്റ്റർ 2 ടു സെമസ്റ്റർ 4 ബാക്കിയുള്ള സെമസ്റ്ററുകളിൽ 3500 രൂപ വെച്ചാണ്
ഫീസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്ക് ആപ്ലിക്കേഷൻ സമർപ്പിച്ച് അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ ഈ ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് ഈ ഫീസിൽ ഇൻക്ലൂഡഡ് ആണ്. ഈ ടെക്സ്റ്റിനായിട്ട് അഡീഷണലി നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഏതൊക്കെ കോഴ്സസ് അവൈലബിൾ ആണ്, പിന്നെ ഫീസ് വിവരങ്ങൾ ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഈ ഫീസിനോടൊപ്പം മറ്റൊരു കാര്യം പറയേണ്ടതാണ് സ്കോളർഷിപ്പ്. ചില വിദ്യാർത്ഥികൾക്ക് SGOയിൽ സ്കോളർഷിപ്പ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഈ ഗ്രാൻസിന്റെ അണ്ടറിലാണ് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഇത് കിട്ടില്ല. SC, ST, OEC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കും. ഒന്നുകൂടെ പറയാം, OEC ആണ്, OBC അല്ല കേട്ടോ. SC, ST, OEC വിഭാഗത്തിൽപ്പെട്ടവർക്ക് സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന ടൈമിന് തന്നെ ഇൻകം, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് പോലുള്ള വിവരങ്ങളൂടെ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ അഡ്മിഷൻ ടൈമിൽ തന്നെ ഫീ റിഡക്ഷനോട് കൂടിയായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അതായത് ബാക്കിയുള്ള സ്റ്റുഡൻസ് ഇപ്പോൾ ഫസ്റ്റ് സെമ്മിൽ 4500 രൂപയാണ് ഫീ അടയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 2000-2500 രൂപയോളം ഫീസിൽ കുറവ് ലഭിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ഈ ഗ്രാൻസിൻ്റെ അണ്ടറിലാണ് ഈ ഒരു സ്കോളർഷിപ്പ് കിട്ടുന്നത്. അപ്പോൾ ഫീ വിവരങ്ങൾ മനസ്സിലായി കാണുമല്ലോ. ഇനി അഡ്മിഷൻ എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായിട്ടാണ് നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. കംപ്ലീറ്റ് ഓൺലൈൻ പ്രൊസീജിയറാണ്. ഫീസൊക്കെ അടയ്ക്കുന്നത്, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതൊക്കെ ഓൺലൈനാണ്. നിങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ട് ഒരു സെൻറ്ററിലും പോവേണ്ട ആവശ്യം വരുന്നില്ല. സോ ഇൻ കേസ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇൻഫോടെക് അഡ്മിഷൻ സർവീസസ് എവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ വർഷങ്ങളായിട്ട് SGOയുടെ അഡ്മിഷൻ സർവീസസ് കൊടുക്കുന്നുണ്ട്. സോ അഡ്മിഷൻ എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മുഖേന ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ മെസ്സേജ് അയക്കുന്ന സമയം തന്നെ ഏത് കോഴ്സിനാണ് അഡ്മിഷൻ നോക്കുന്നതെന്നൂടെ പറയുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ റിപ്ലൈ ലഭിക്കുന്നതാണ്. അഡ്മിഷൻ എടുക്കാനായിട്ട് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടതെന്ന് നമുക്കിനി പറയാം. ഡിഗ്രി അഡ്മിഷൻ ആണ് നോക്കുന്നതെങ്കിൽ +2 സർട്ടിഫിക്കറ്റ്, SSLC സർട്ടിഫിക്കറ്റ്, ആധാർ ഫോട്ടോ, സ്റ്റുഡന്റിന്റെ ഫോട്ടോ എന്നീ വിവരങ്ങളാണ് വേണ്ടത്. PG അഡ്മിഷൻ ആണ് നോക്കുന്നതെങ്കിൽ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ മാർക്ക് ലിസ്റ്റ് വേണം കേട്ടോ. പിന്നെ +2 സർട്ടിഫിക്കറ്റ്, SSLC സർട്ടിഫിക്കറ്റ്, ആധാർ ഫോട്ടോ, സ്റ്റുഡന്റിന്റെ ഫോട്ടോ എന്നീ വിവരങ്ങളാണ് PG അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ ആവശ്യമുള്ളത്. ഇനി കോമൺ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ SC, ST, OEC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഇൻകം സർട്ടിഫിക്കറ്റും കാസ്റ്റ് സർട്ടിഫിക്കറ്റൂടെ അഡീഷണൽ ആയിട്ട് ആവശ്യമുണ്ട്. ഈ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മാത്രം ഇൻകം, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് മതി. കാരണം നിങ്ങൾക്ക് ഈ ഗ്രാൻസ് സ്കോളർഷിപ്പ് ഉള്ളതുകൊണ്ടാണ് ഇതുകൂടെ നമ്മൾ അഡ്മിഷൻ ടൈമിൽ കൊടുക്കേണ്ടി വരുന്നത് കേട്ടോ. ഇനിയുള്ളത് OEC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നോൺ ക്രിമി ലെയർ സർട്ടിഫിക്കറ്റൂടെ ആവശ്യം വരും കേട്ടോ. അപ്പോൾ അതുകൂടെ ശ്രദ്ധിക്കുക. അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പായിട്ട് ഈ ഡോക്യുമെന്റ്സ് കൂടെ കയ്യിൽ കരുതുക. അപ്പോൾ ഇൻഫോടെക് ഇവിടെ നിന്ന് അഡ്മിഷൻ സർവീസസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ ചെക്ക് ചെയ്ത് വെറിഫൈ ചെയ്ത് കറക്റ്റ് ആയിട്ടാണ് അഡ്മിഷൻ പ്രൊസീജിയർ ചെയ്തു തരുന്നത് കേട്ടോ. ഇവിടെ ഒരു ബെനിഫിറ്റ് ഉള്ളത്, ഇവിടെ TC വേണ്ട കേട്ടോ. നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ TC ആവശ്യമില്ല. നമ്മൾ മേൽ പറഞ്ഞ ഡോക്യുമെന്റ്സ് മാത്രം ഇവിടെ മതിയാകും. അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ABC ID, DEB ID ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വേണം അഡ്മിഷൻ എടുക്കാൻ. സോ ഇൻഫോടെക് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഇതിൽ ABC, DEB ID എല്ലാം നമ്മുടെ സർവീസിൽ ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ തന്നെ A to Z വരെയുള്ള കംപ്ലീറ്റ് സ്റ്റെപ്സ് നിങ്ങൾക്കായിട്ട് ചെയ്തു തരുന്നതാണ്. സോ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ അഡ്മിഷനും എടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ക്ലാസ്സസ് ലഭിക്കുമോ എന്നൊരു സംശയം ഉണ്ടാവും. ഉറപ്പായിട്ട് ഇവിടെ നിന്ന് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് ഓരോ LSE ഡിപ്പെൻഡ് ചെയ്താണ് ക്ലാസ്സസിൻ്റെ കാര്യങ്ങൾ വരുന്നത് കേട്ടോ. ഇപ്പം അത്യാവശ്യം ഒരുപാട് സ്റ്റുഡൻസ് LSEയുടെ അണ്ടറിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അവർ ഓൺലൈനായിട്ടായിരിക്കും ക്ലാസ്സുകൾ നൽകുന്നത്. കുറച്ച് കുട്ടികളൊക്കെ ആണുള്ളതെങ്കിൽ ഓഫ്ലൈൻ ആയിട്ടായിരിക്കും ക്ലാസ്സസ് നൽകുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ക്ലാസ്സസ് അവർ കണ്ടക്ട് ചെയ്യുന്നത്. മീൻസ് സാറ്റർഡേ, സൺഡേ ദിവസങ്ങളിലായിരിക്കും ക്ലാസ്സസ് നൽകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് പഠിക്കാവുന്നതാണ്. അല്ലെങ്കിൽ സെൽഫ് സ്റ്റഡി മുഖേന സ്വന്തമായിട്ട് പഠിച്ചും പരീക്ഷകളൊക്കെ എഴുതാവുന്നതാണ്. അറ്റൻഡൻസ് ഒന്നും മാൻഡറ്ററി അല്ല കേട്ടോ. സോ നിങ്ങൾക്ക് സ്വയം പഠിച്ച് എക്സാംസ് ഒക്കെ എഴുതാനായിട്ട് പറ്റും. വൺസ് നിങ്ങൾ അഡ്മിഷൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് അഡ്മിഷൻ കൺഫേം ആയി ഒരു 1 month 2 month ഒക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ബൈ പോസ്റ്റ് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ലഭിക്കുന്നതാണ്. ആ ടെക്സ്റ്റുകൾ യൂസ് ചെയ്ത് പഠിക്കാവുന്നതാണ് കേട്ടോ. നിങ്ങളിപ്പോൾ മറ്റേതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെന്ന് കരുതുക, റെഗുലറായിട്ടോ ഡിസ്റ്റൻസ് ആയിട്ടോ ഒക്കെ. അതിനോടൊപ്പം തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സ് എടുത്ത് പഠിക്കാനും പറ്റും. അതായത് ഡുവൽ ഡിഗ്രി ഓപ്ഷനും ഇവർ കൊടുക്കുന്നുണ്ട്. ഇവരുടെ സ്റ്റഡി സെൻറ്റേഴ്സ് അഥവാ LSEനെ കുറിച്ച് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളിലും എല്ലാ പ്രോഗ്രാംസിൻ്റെയും സ്റ്റഡി സെൻറ്റേഴ്സ് SGOയ്ക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ട LSE അഥവാ സ്റ്റഡി സെൻറ്റർ ചൂസ് ചെയ്യേണ്ടത്. അത് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ എടുക്കുന്ന കോഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള സെൻറ്റേഴ്സിൻ്റെ ലിസ്റ്റ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റർ ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ സ്റ്റഡി സെൻറ്ററിൽ നിങ്ങൾ അങ്ങനെ അധികം പോവേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അസൈൻമെൻ്റ് എല്ലാം ഓൺലൈൻ ത്രൂ ആണ് കേട്ടോ. പിന്നെ LSE എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പ്രോജക്റ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ക്ലാസ്സസിൻ്റെ ഇൻഫോർമേഷൻസ് ഒക്കെ ലഭിക്കാനാണ് ഈ സ്റ്റഡി സെൻറ്റർ ഉള്ളത്. സോ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റർ അഡ്മിഷൻ ടൈമിൽ ചൂസ് ചെയ്യുക. ജൂലൈ 5-ാം തീയതിയാണ് SGOയുടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ജൂലൈ 31 വരെ അഡ്മിഷൻ ഓപ്പൺ ആണ് കേട്ടോ. സോ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് നേരത്തെ പറഞ്ഞ പോലെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ വാട്സ്ആപ്പ് മുഖേന ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. നമുക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ ഉറപ്പായിട്ടും പറഞ്ഞു തരുന്നതാണ് കേട്ടോ. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ